ഹലോ, വെൽക്കം ബാക്ക്. ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷന് മക്കളുണ്ടാക്കിയ 2 റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഒരാൾ അവിൽ മിൽക്കും ഒരാൾ ഫ്രൂട്ട് കസ്റ്റാർഡും ആണ് ഉണ്ടാക്കിയത്. ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ബോക്സിലാക്കി കൊണ്ടുവന്നു, കസ്റ്റാർഡ് മിക്സും കൊണ്ടുവന്നു. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് മോനെ ഏൽപ്പിച്ചു. ചെറിയ കുട്ടികളായതുകൊണ്ട് നമുക്ക് എടുത്തു കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാം. അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ചെറിയ മോന് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ചൂസ് ചെയ്തത്. ഇതാകുമ്പോൾ ജസ്റ്റ് മിക്സിങ് മാത്രമേ വരുന്നുള്ളല്ലോ. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, പ്രസൻറ്റേഷൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അവൻ തന്നെ കുറച്ചൊക്കെ പ്രസൻറ്റേഷൻ ചെയ്തു. ഇതാണ് ഫൈനൽ പ്രസൻറ്റേഷൻ. അപ്പോൾ ഇതിൽ ഓരോ സ്കൂപ്പ് ഐസ്ക്രീമും ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് തലേ ദിവസം കാണിച്ചു കൊടുത്തിരുന്നു. മൂത്ത മോന് അവിൽ മിൽക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി അവിൽ മിൽക്കിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. അവിൽ മിൽക്കിന് ഏറ്റവും നല്ലത് മൈസൂർ പഴമാണ്. അപ്പോൾ ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി മാഷ് ചെയ്യണം. മോന് തലേ ദിവസം ഇത് ട്രയലൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ മാഷ് ചെയ്യുന്നതൊക്കെ അവൻ തന്നെയാണ്. മാഷ് ചെയ്യുമ്പോൾ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് മാഷ് ചെയ്യാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് അവിൽ വേണം. അപ്പോൾ പൊരി അവിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ അവിലാണ് ഏറ്റവും നല്ലത്. അത് കിട്ടിയില്ലെങ്കിൽ സാധാരണ അവിൽ വറുത്തെടുക്കാം. അവിൽ, പഴം, പാല്, ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഹെൽത്തി ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ ഷുഗറിന് പകരം തേനും ചേർക്കാം. അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു നീളത്തിലുള്ള ഇതുപോലത്തെ ഗ്ലാസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്നാലേ നമുക്ക് 2 ലെയറായി സെറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ആദ്യം ഇതിലേക്ക് അവിലിട്ട് കൊടുക്കാം. ഇതിന് പകരം പഴം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്ലാസിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ കാഷ്യൂസ്, ബദാം, പീനട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചെറിയ പീസസായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഇനി അടുത്ത ലെയർ സെറ്റ് ചെയ്യാം. ആദ്യം അവിൽ, പിന്നെ പഴത്തിൻ്റെ മിക്സ്, പിന്നെ പാൽ ഒഴിച്ച് കൊടുക്കാം. പാല് നമുക്ക് എത്ര തിക്നെസ് വേണോ അത്ര ഒഴിച്ച് കൊടുക്കാം. ഈ ലെയറിൽ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി ഐസ്ക്രീമും കൂടെ ചേർക്കാനുണ്ട്. ഐസ്ക്രീം ചേർത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കും. വാനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അതുതന്നെയാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റി. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണ്ട പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ബൂസ്റ്റ് പൗഡറും ഇട്ടിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. മുകളിൽ നമുക്കൊരു ചെറിയൊക്കെ വെക്കാം. മോനിതിന് ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ഈ ഐസ്ക്രീമും പിന്നെ അവിലും ഒക്കെ ഭയങ്കരമായിട്ട് മെൽറ്റായി പോവും. കുറച്ച് അവിലും ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ നമ്മൾ കുറച്ചുകൂടെ നന്നായി ഡെക്കറേറ്റ് ചെയ്തിരുന്നു. ഡെക്കറേഷനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ ഇപ്പോൾ കുക്കിംഗ് കോമ്പറ്റീഷനൊക്കെ. ഇതിൻ്റെ മുകളിൽ ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ ജെംസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അത് പിന്നെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയായിരുന്നു കോമ്പറ്റീഷന് പ്രസൻറ്റ് ചെയ്തിരുന്നത്. ഒരുപാട് നല്ല വെറൈറ്റി റെസിപ്പീസ് ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.